ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും അതുപോലെ നമ്മുടെ വൈജയന്തിയുടെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ ടോണി നമ്മുടെ മാമച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം. അതായത് അന്ന് വന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് പോയിട്ട് അങ്കിളെ പിന്നെ നിങ്ങളുടെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ടോണി ഫോൺ ചെയ്തപ്പോൾ മാമച്ചനോട് പറഞ്ഞായിരുന്നു. അപ്പം മാമച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോണി എനിക്ക് പിന്നെ കുറച്ച് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളത് കാരണം അതൊന്ന് ബ്രേക്കപ്പ് ആയിപ്പോയി. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ ആയിട്ടാണ് അന്ന് വന്നതും ടോണിയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞതും. പക്ഷേ പിന്നീട് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് സാരമില്ല അങ്കിളെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒന്ന് ലൊക്കേഷനൊക്കെ ഇടാൻ പറഞ്ഞ് അങ്ങനെ ഇട്ട് അങ്ങനെയാണ് നമ്മുടെ ടോണി പാലയിൽ ഇവിടെ എത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാമച്ചനും ഗ്രേസ് അമ്മയും രേവതി കുട്ടിയൊക്കെ ടോണിയെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ച് അകത്തിരുത്തുകയാണ്. അപ്പോൾ ടോണി വന്നു, വീടൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി വീടാണ്. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറഞ്ഞ് ഇരിക്കി ടോണി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി കുട്ടി പോയി ടോണിക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. എൻ്റെ ടോണി ചോദിച്ചു, ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഗ്രേസ് അമ്മ പറഞ്ഞു, ഞാനും മാമച്ചനും പിന്നെ രേവതി കുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ടോണി ചോദിച്ചു, നിങ്ങൾ അന്ന് എന്തിനാണ് ഷെറിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് വന്നത്? പിന്നെ നിങ്ങൾ ഷെറിൻ്റെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ, എന്തായിരുന്നു അതെന്തിനാണ് നിങ്ങൾ അന്വേഷിച്ചത്? നിങ്ങൾക്ക് എന്താ അതുമായിട്ടൊരു ബന്ധം? കാരണം ടോണിയുടെ ഭാര്യയാണല്ലോ ഷെറിൻ. അപ്പോൾ ഷെറിന് ഒരു കുഞ്ഞ് കല്യാണത്തിന് മുമ്പേ തന്നെ ഒരു കുഞ്ഞുണ്ടായെന്നും ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇവർ തിരക്കി വരണമെങ്കിൽ അത് ഇത്രയും ദൂരം നിന്ന് വന്ന് അത് തിരക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ട് എന്നുള്ളത് ടോണിക്ക് മനസ്സിലാവുകയാണ്. അതെന്തിനാണെന്ന് ടോണി ചോദിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഗ്രേസമ്മ മാമച്ചൻ്റെ മുഖത്ത് നോക്കണം, മാമച്ചനും ഗ്രേസമ്മയും നോക്കണം. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, ടോണി ഞങ്ങൾ അന്ന് വന്നത് വേറൊന്നുമല്ല, എനിക്കൊരു മകനുണ്ട്, എൻ്റെ മകൻ മരിച്ചുപോയി, എൻ്റെ മകൻ്റെ കുഞ്ഞാണ് ആ കുട്ടിയെന്ന് പറയുന്നത്. ടോണി ഇത് കേട്ട് വല്ലാണ്ട് ഷോക്കായി പോവുകയാണ്. കാരണം ടോണി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഈ ഷെറിൻ്റെ കുഞ്ഞും എവരുടെ മകൻ്റെ കുട്ടിയാണ് എന്നുള്ളത് ഒരിക്കലും ടോണിയുടെ മൈൻഡിൽ പോലും പോകുന്നില്ല. ടോണി ആകെ വല്ലാണ്ട് അങ്ങോട്ട് ഞെട്ടിയതായി പോയിട്ടോ. എന്നിട്ട് ടോണിയുടെ അടുത്ത് നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും ആ കഥയൊക്കെ പറയുകയാണ്. അതായത് ഷെറിനും തൻ്റെ മകനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം വരെ ഉറപ്പിച്ചു വെച്ചിരുന്ന സമയത്താണ് എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഗ്രേസമ്മയ്ക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം മകൻ്റെ മരിച്ച് ആ ഒരു വിഷമവും അതൊക്കെ ഓർക്കുമ്പോൾ രണ്ടുപേരും വല്ലാണ്ട് ഇമോഷണലായി പോവുകയാണ്. അതിനുശേഷം പിന്നെ രേവതി കുട്ടി ടോണിയുടെ അടുത്ത് ചെന്നിട്ട് ഗ്രേസമ്മയുടെ മാമച്ചൻ്റെയും മോൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ടോണി കാണുന്നത് ഷെറിൻ്റെയും ഇവരുടെ മകൻ്റെയും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഫോട്ടോസുകളും അതൊക്കെ. കാരണം അത്രയ്ക്കും തീവ്രമായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു അവരുടേത്. എന്തുകൊണ്ടാണ് ഷെറിന് ടോണീനെ വിവാഹശേഷം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തത് എന്നുള്ളതൊക്കെ ടോണിക്ക് ആ ഒരു ഫോട്ടോസുകളിലൂടെ തന്നെ മനസ്സിലാവണം, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം. അപ്പോൾ പിന്നെ ഷെറിന് ഈ ഇവരുടെ മകനിലുണ്ടായ ആ കുഞ്ഞും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഷെറിനെ കുറ്റം പറയാൻ പറ്റില്ല, മാനസിക നില തെറ്റിയതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം രേവതി കുട്ടി അങ്ങനെ അതായത് ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ മകൻ്റെ ആ കഥകളും ഷെറിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് രേവതി കുട്ടി അറിഞ്ഞിട്ടുള്ള കഥകളൊക്കെ ടോണിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ടോണിക്ക് വല്ലാത്തൊരു വിഷമമായി പോയിട്ടോ. കാരണം താൻ ഷെറിനോട് എന്ന് വെച്ചാൽ ഷെറിനെ മനസ്സിലാക്കാണ്ട് പോയല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇത്രയേറെ വിഷമകഥകൾ സഹിച്ചാണല്ലോ അവൾ നിന്നത്. ഉണ്ട് പിന്നെ ടോണി പിന്നെ താഴെ വരെയാണ്. താഴെ വന്ന് ഗ്രേസമ്മയുടെ അടുത്തും മാമച്ചൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും കരുതിയില്ല ഷെറിന് ഇങ്ങനെ ഒരു അവസ്ഥ ആയിരുന്നു എന്നുള്ളതും ഇങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു എന്നുള്ളത്. ഞാൻ അവളെ മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചില്ല എന്നൊക്കെ ടോണി ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞു, ഷെറിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാമച്ചനും പറഞ്ഞു, ആ കുട്ടി ഇതിൽ നിരപരാധിയാണ് ടോണി. അവരുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ടോണിയുമായിട്ടുള്ള ഒരു വിവാഹത്തിന് ആ കുട്ടി നിർബന്ധിതയാവേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്നേഹിച്ചിരുന്ന ആ പയ്യൻ മരിച്ചു, ഞങ്ങളുടെ മകൻ മരിച്ചു, അത് അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവൾ പ്രസവിച്ച സ്വന്തം കുഞ്ഞും അവൾക്ക് നഷ്ടമായി. അപ്പോൾ പിന്നെ മാനസിക നില തെറ്റിയില്ലെങ്കിലല്ലേ
പറഞ്ഞാലേ അതിശയമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി അത്രയ്ക്ക് ആ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ടോണിക്ക് വല്ലാത്തൊരിതായി. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞു, മോന് പറ്റുമെങ്കിൽ ഷെറിനെ കണ്ടെത്തി ആ കുട്ടിയെ ഒന്ന് ചേർത്ത് നിർത്തണം മോനെ, കാരണം വെച്ചാൽ അതൊരു ഭ്രാന്തിയായ അവസ്ഥയിലാണ് ഞങ്ങൾ അതിനെ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ടോണി പറഞ്ഞു, ഞാൻ എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ, നിങ്ങളുടെ മകൻ്റെയും ഷെറിൻ്റെയും കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോൾ മാമച്ചനും രേവതിക്കും ഗ്രേസമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ടോണിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി ഷെറിനോട് ചെയ്തത്. കാരണം അവളോട് ഇത്രയും വെറുപ്പും ദേഷ്യമൊക്കെ താൻ കാണിച്ചല്ലോ, കാരണം അവളുടെ മനസ്സറിയാൻ തനിക്ക് പറ്റാണ്ട് പോയല്ലോ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു ടോണിക്ക്. അങ്ങനെ ടോണി അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് എന്ത് ശ്രമവും താൻ നടത്തും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ടോണി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ടോണിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം തൻ്റെ മകൻ നഷ്ടപ്പെട്ടു, മകൻ്റെ ആ കുഞ്ഞിനെങ്കിലും അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹമാണ് ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഉണ്ടായിരുന്നത്. ആ ആഗ്രഹം വെച്ചിട്ടാണ് അവർ നമ്മുടെ രേവതി കുട്ടിയെയും കൊണ്ട് അവിടെ പോയതും ടോണിയുടെ വീട്ടിൽ പോയതും പിന്നെ ഷെറിനെ കുറിച്ചും ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ അന്ന് അവർ തിരക്കിയത്. എന്തായാലും ഇപ്പോൾ ടോണിക്ക് മനസ്സിനൊരു ഇതങ്ങനെ ഒരു ചിന്താഗതി വന്നതുകൊണ്ട് ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ വലിയ സന്തോഷമാവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീന ചെന്നിട്ട് നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ വൈജയന്തി ചോദിക്കണം, എന്തേടി എന്ന് ചോദിച്ചിങ്ങനെ ഡോറ് തുറന്ന് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അവർ, അല്ല മേഡം ഫുഡ്, പിന്നെ നിൻ്റെ ഫുഡ്, എനിക്ക് നീ ഉണ്ടാക്കുന്ന ഒരു സാധനവും വേണ്ട, നിൻ്റെ ഫുഡും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടോ. ആ സമയത്താണ് കോളിംഗ് ബില്ല് വരണത്. കോളിംഗ് ബില്ല് അടിക്കണം. അത് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഐറ്റം ഡെലിവറി കൊണ്ടുവന്നതാണ്. അതായത് ഇനി മുതൽ അലീന ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കില്ല എന്ന് വൈജയന്തി ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ വീട്ടിൽ ഡെലിവറി ചെയ്യാനായിട്ട് വന്ന ഒരു ബോയിയാണ്. അങ്ങനെ ആ ഫുഡ് അലീനയിൽ നിന്ന് മേടിച്ചിട്ട് വീണ്ടും വൈജയന്തിയുടെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും വൈജയന്തി ഡോറ് തുറക്കുമ്പോൾ അലീന. അപ്പോഴാണ് ഈ ഡെലിവറി കൊണ്ടുവന്ന സാധനം കൊടുക്കുന്നത്. എന്തോ ഒരു ഐറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അലീന കൊടുത്തിട്ട് പോവാണ്. അത് എന്താണെന്നോ ഫുഡാണെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി, പക്ഷേ അതെന്താണെന്നോ ഒന്നും തന്നെ ചോദിക്കാൻ അലീന നിന്നതുമില്ല. പക്ഷേ വൈജയന്തിക്ക് ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി കേട്ടോ. കാരണം ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് വല്ലാത്തൊരു ഇതായിരുന്നു അലീന എന്നെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ. അപ്പോൾ എന്തായാലും വൈജയന്തിക്ക് എല്ലാം കൊണ്ടും ഒരു നെഗറ്റീവാണ്. മാനസിക നില തെറ്റുന്ന പോലെയൊക്കെ ഉള്ളൊരു അവസ്ഥയൊക്കെ വൈജയന്തിക്ക് വരുന്നുണ്ട്. കാരണം തൻ്റെ മക്കൾ തന്നോടൊപ്പം ഇല്ല, എല്ലാം കൊണ്ടും എല്ലാത്തിലും ഒരു അന്യയെ പോലെ ആ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു റൂമിലിങ്ങനെ അടച്ചിട്ടൊരു കിളിയെ പോലെയുള്ളൊരു അവസ്ഥയാണ്. ഒന്നിനോടും മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ രോഹിത്തിൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ വേണ്ടി വൈജയന്തി ശ്രമിക്കുന്നില്ല. മൊത്തത്തിൽ അലീനയോടുകൂടെയുള്ള ഒരു ദേഷ്യം എല്ലാവരോടും കാണിക്കുന്നത്. പക്ഷേ ആ വീട്ടിലുള്ള എല്ലാവരും, അലീന, രോഹിത്ത്, ബബിത, കൃഷ്ണ, ബാലചന്ദ്രൻ, അവരെല്ലാവരും ഒരു ഗ്യാങ്ങായി മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിന് ഭക്ഷണവുമായിട്ട് മേളിൽ ചെല്ലണ സമയം ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ രോഹിത്ത് അത് വാങ്ങുന്നുണ്ട്. വാങ്ങിയിട്ട് രോഹിത്ത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനയുടെ അടുത്ത് പറയാം, അലീന ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് മനസ്സ് തുറന്ന് അലീനയുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് എനിക്ക് അലീന ചേച്ചി ഇവിടെ വന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു വല്ലാത്ത വെറുപ്പായിരുന്നു. കാരണം എൻ്റെ അച്ഛന് കൂടുതൽ ഇഷ്ടം അലീന ചേച്ചിയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമാണോ അങ്ങനെയൊക്കെയുള്ള. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു തന്ന ഓരോ കുന്നായ്മത്തര വർത്തമാനങ്ങൾ, അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ ഒരു വെറുപ്പും ദേഷ്യമാണ്. എങ്ങനെയെങ്കിലും അലീന ചേച്ചി ഇവിടെ നിന്ന് അടിച്ച് വെളിയിൽ കളയണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത ഓരോ ഇതാണ്. പക്ഷേ എനിക്ക് ഓരോന്ന് ഓർക്കുമ്പോൾ അലീന ചേച്ചി സഹിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റല്ലേ ഞാൻ അലീന ചേച്ചിയോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് വല്ലാണ്ട് ഇമോഷൻ ആവേണം. അപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ പോട്ടെ മോനെ, നീ അതൊന്നും ആലോചിക്കണ്ട. തെറ്റ് സംഭവിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ആർക്കും തെറ്റുപറ്റും. പക്ഷെ ആ തെറ്റിനെ ഓർത്ത് ക്ഷമിച്ച് പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവനാണ് ശരിക്കുമായിട്ടുള്ള ആൾ. ഇനി നീ നിൻ്റെ ജീവിതം നീ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. നീ ആരാണെന്നും നിൻ്റെ തെറ്റുകൾ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് സമൂഹം
മനസ്സിലാക്കണം. നീ നല്ല രീതിയിൽ നല്ല ചിന്താഗതിയോടുകൂടി പഠിച്ച് നല്ലൊരു നിലയിലെത്തണം. അച്ഛൻ്റെ ഒപ്പം നീ ഉണ്ടാവണം. ഈ കുടുംബം, നിൻ്റെ പെങ്ങന്മാർ, ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും നോക്കേണ്ട കടമ നിനക്കൊരാൾക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ചേച്ചി എന്നാലും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് വീണ്ടും അത് തന്നെ ആവർത്തിക്കാൻ കേട്ടോ. എന്നിട്ട് അലീന ഒരുപാട് ചേർത്ത് നിർത്തി, രോഹിത്തിനെ ചേർത്ത് നിർത്തി തന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സീനൊക്കെ അതും നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സീനാണ് കേട്ടോ, രോഹിത്തും അലീനയും തമ്മിലുള്ള ആ ഒരു ഇത്. കാരണം രോഹിത്തിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ രോഹിത്ത് എടുത്ത് പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ അമ്മ പോലും ഇത്രയേറെ എന്നെ സ്നേഹിക്കുകയോ എന്നെ കെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് പോലും അലീന ചേച്ചിയുടെ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് ഏകദേശം നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. പിന്നെ വൈജയന്തിക്കാണെങ്കിൽ ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് വൈജയന്തി ഇതാവാണ്. കാരണം രോഹിത് ഉൾപ്പെടെ അലീനയുടെ കൂടെ ചേർന്നു എന്നുള്ളത് അറിയുമ്പോൾ വൈജയന്തിക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ കമലയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ മനു പോയിട്ട് നമ്മുടെ ഹരിശങ്കറിൻ്റെ ഒരു കാര്യവും അലീനയുടെ അടുത്ത് പറഞ്ഞ് റെക്കമെൻഡേഷൻ ശരണ്യയുടെ അടുത്ത് പോയില്ല എന്നോർത്ത് ആ ഒരു ദേഷ്യം. പിന്നെ മനു നേരിട്ട് എന്നെ കമലയുടെ അടുത്തും ശിവശങ്കറിൻ്റെ അടുത്തും പറയുന്നുണ്ട്, അലീനയ്ക്ക് എന്നെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കും എന്നുള്ളത് പറയുന്നത്. പക്ഷേ കമല വെല്ലുവിളിച്ചൊക്കെയാണ്, ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ബന്ധം ഞാൻ സാധിച്ചു തരില്ല എന്ന് തീർത്തും പറയുന്ന സീനൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ ഇനി വരുന്ന ഓരോ എപ്പിസോഡുകളിലും നല്ല അടിപൊളി ട്വിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് പ്രൊമോസുകളെല്ലാം ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.